അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജനറേഷനുകളെ നമ്മൾ പരിചയപ്പെടേണ്ടതുണ്ട്. നമ്മുടെ മക്കൾ ഏത് ജനറേഷൻകാരാണ്, നമ്മൾ ഏത് ജനറേഷൻകാരാണ്, നമ്മുടെ വിദ്യാർത്ഥികൾ ഏത് ജനറേഷൻകാരാണ്, നമ്മൾ ഏത് ജനറേഷൻകാരാണ് എന്നിങ്ങനെയുള്ള ജനറേഷൻ ഗ്യാപ്പുകളെയും ജനറേഷൻ്റെ വ്യത്യാസങ്ങളെയും മനസ്സിലാക്കിയിട്ട് വേണം പെരുമാറാൻ. ആ രൂപത്തിൽ പെരുമാറിയാൽ മാത്രമേ, ആ രൂപത്തിൽ അവരെ സമീപിച്ചാൽ മാത്രമേ നമുക്ക് വേണ്ട പരിഹാരങ്ങളും വേണ്ട കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ കഴിയൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വർഷങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ ജനറേഷനും പേര് നൽകിയിരിക്കുന്നത്. സൈലൻറ്റ് ജനറേഷൻ എന്നും ബേബി ബൂമേഴ്സ് എന്നും എക്സ് മില്ലേനിയേഴ്സ് എന്നും ജെൻസി, ആൽഫ, ബീറ്റ എന്നിങ്ങനെയാണ് ഓരോ ജനറേഷനെയും തരംതിരിച്ചിരിക്കുന്നത്. ഇതിൽ ഓരോ തലമുറയും ഓരോ കാലഘട്ടത്തിലും അവരുടേതായ സംഭാവനകൾ നൽകിയവരാണ്. നമുക്ക് ഓരോ ജനറേഷനുകളെയും വിശദമായിട്ട് മനസ്സിലാക്കാം. ഒന്ന്, സൈലൻറ്റ് ജനറേഷൻ. 1928 മുതൽ 1945 വരെയുള്ള കാലഘട്ടത്തിൽ ജനിച്ചവർ സൈലൻറ്റ് ജനറേഷൻ എന്നാണ് അറിയപ്പെടുക. സാമ്പത്തിക മാന്ദ്യത്തിൻ്റെയും രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടത്തിലൂടെ കടന്നുപോയ ഇവർക്ക് ടെക്നോളജിയുമായി ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് ഇവരെ നിശബ്ദ ജനറേഷൻ എന്നാണ് വിളിക്കുന്നത്. അടുത്തതാണ് ബേബി ബൂമേഴ്സ് ജനറേഷൻ. 1946 മുതൽ 1964 വരെയുള്ള കാലഘട്ടത്തിൽ ജനിച്ചവരെയാണ് ഈ ജനറേഷനിൽ അടയാളപ്പെടുത്തുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ഈ ജനറേഷൻ പിറവിയെടുക്കുന്നത്. കമ്പ്യൂട്ടറിൻ്റെ കണ്ടുപിടുത്തവും ചന്ദ്രനിൽ ഇറങ്ങിയതും ടിവിയുടെ ആവിർഭാവം ഈ തലമുറ കണ്ടുവെങ്കിലും സാങ്കേതിക വിദ്യയുമായി അടുത്ത ബന്ധം ഈ തലമുറയ്ക്കില്ല എന്നുള്ളതാണ് പ്രത്യേകത. അടുത്ത ജനറേഷനാണ് ജനറേഷൻ എക്സ്. 1965 മുതൽ 1950 വരെയുള്ളവരെയാണ് ജനറേഷൻ എക്സ് എന്ന് വിളിക്കുന്നത്. സമൂഹത്തിലെ നിരവധി മാറ്റങ്ങൾക്ക് ഇവർ സാക്ഷികളായിട്ടുണ്ട്. ജനറേഷൻ എക്സിനെ ബേബി ബേസ്ഡ് തലമുറ എന്നും വിളിക്കുന്നുണ്ട്. അടുത്ത ജനറേഷനാണ് മില്ലേനിയൽസ്. 1981 മുതൽ 1996 വരെയുള്ള കാലഘട്ടത്തിൽ ജനിച്ചവരെയാണ് മില്ലേനിയൽസ് എന്ന് വിളിക്കുന്നത്. ഈ ഗ്രൂപ്പിനെ ജനറേഷൻ വൈ എന്നും വിളിക്കുന്നു. സാങ്കേതിക വിദ്യയുടെ എല്ലാ വശങ്ങളും ഈ ഗ്രൂപ്പിൽ ഉൾപ്പെട്ടവർക്ക് അറിയാം. അതോടൊപ്പം മറ്റ് ജനറേഷനുമായി താരതമ്യം ചെയ്യുമ്പോൾ മില്ലേനിയൽസ് ഗ്രൂപ്പിന് ഉയർന്ന വിദ്യാഭ്യാസമാണ് ഉള്ളത്. അടുത്ത ഒരു ജനറേഷനാണ് ജെൻസി. 1997 മുതൽ 2012 വരെ ജനിച്ച തലമുറ ജനറേഷൻ ഇസഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഡിജിറ്റൽ ലോകം മുഴുവനായി കീഴടക്കിയ തലമുറ എന്ന് വേണമെങ്കിൽ ഈ ഗ്രൂപ്പിനെ വിളിക്കാൻ സാധിക്കും. ആഗോളതലത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗമായി ഇവരെ കണക്കാക്കാറുണ്ട്. അടുത്ത ഒരു ജനറേഷനാണ് ആൽഫ ജനറേഷൻ. 2013 മുതൽ 2024 വരെയുള്ള സമയത്ത് ജനിച്ചവരെ ജനറേഷൻ ആൽഫ എന്നാണ് വിളിക്കുന്നത്. ഈ വിഭാഗത്തിൽ ഉൾപ്പെട്ടവർ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ പ്രാപ്തരായവരാണ്. ഈ വിഭാഗമാണ് ഏറ്റവും കൂടുതൽ ഓൺലൈൻ പഠനത്തിലൂടെ വിദ്യാഭ്യാസം നേടുന്നത്. അടുത്ത ഒരു ജനറേഷനാണ് നമ്മൾ നിലകൊള്ളുന്ന ഈ കാലഘട്ടത്തിലുള്ള ജനറേഷനാണ് ബീറ്റ ജനറേഷൻ. 2025 മുതൽ 2039 വരെ ജനിക്കാൻ പോകുന്ന കുട്ടികളെയാണ് ബീറ്റ ജനറേഷൻ എന്ന് വിളിക്കുന്നത്. മില്ലേനിയൽസിനെ ഇളമുറക്കാരുടെയും ജെൻസി തലമുറയിലെ മുതിർന്നവരുടെയും കുട്ടികളായിരിക്കും ഈ ജനറേഷനിൽ ഇടം പിടിക്കുക. സാങ്കേതികവിദ്യയുടെ അതിപ്രസരത്തിലേക്ക് ജനിച്ചു വീഴുന്ന ഈ കുട്ടികളുടെ മാനസികാരോഗ്യത്തിന് കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരുമെന്നാണ് ആരോഗ്യ മേഖലയിൽ അഭിപ്രായപ്പെടുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ ജനറേഷൻ ഗ്യാപ്പുകളും നമ്മുടെ ജനറേഷനുകളും എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇങ്ങനെ ജനറേഷനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അവരോട് എന്തെങ്കിലും ഉപദേശിക്കാനും അതേപോലെ തന്നെ അവരോട് എന്തെങ്കിലും മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാനും സാധിക്കുകയുള്ളൂ എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കുക.